ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കിനെ പറ്റിയാണ്. അതായത് ഹൗ ടു ഇമോഷണലി പ്രിപ്പയർ ഫോർ നീറ്റ് 2026. നീറ്റിനെ പറ്റി മാത്രമല്ല മറ്റേതൊരു എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും ഇത് കാണാവുന്നതാണ്. എല്ലാ എൻട്രൻസ് എക്സാമിനേഷനും ഇമോഷണലി പ്രിപ്പയർ ആകേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. കാരണം ഇമോഷണലി നമ്മൾ അക്കാഡമിക്കലി പ്രിപ്പയർ ചെയ്യുന്നതിനൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇമോഷണലി ഒരു എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. സോ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോണത് ആ ഒരു ടോപ്പിക്കിനെ പറ്റിയാണ്. ഹൗ ടു ഇമോഷണലി പ്രിപ്പയർ ഫോർ നീറ്റ് ഓർ എനി അതർ എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ ഇമോഷണലി പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ പലരും വിട്ടുപോകുന്ന ഒരു കാര്യം തന്നെയാണ്. സോ ഒരു എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് എല്ലാവരും പറഞ്ഞു കേട്ടൊരു കാര്യമാണ് എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് ഹൈലി സ്ട്രെസ്ഫുൾ എന്ന് പറയുന്നത് ഹൈലി സ്ട്രെയിനസ് ആയിട്ടുള്ള ഒരു ഭയങ്കര എഫേർട്ട് എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ് എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. നമ്മൾ പറഞ്ഞ് നമ്മൾ അതിനോട് അങ്ങ് യൂസ്ഡ് ടു ആയി. അപ്പോൾ എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പോകുന്നതിന് മുന്നേ തന്നെ നമ്മളങ്ങ് മനസ്സുകൊണ്ട് ചിന്തിക്കും, ഇത് ഭയങ്കര കഷ്ടപ്പാടാണ് എന്നെല്ലാവരും ചിന്തിക്കും. പക്ഷെ ആ ഒരു ചിന്തയിലാണ് ഏറ്റവും വലിയ പ്രശ്നം ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എൻട്രൻസ് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെ ആയിരിക്കാം, ഒരുപക്ഷെ ഇത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഈ ഒരു കോമ്പറ്റീഷനെ പറ്റി ഒന്നും നമ്മൾ ചിന്തിക്കാതിരിക്കുക എന്നതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന കുറേ പ്രശ്നങ്ങളിലൊന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ളവരായിരിക്കും ഒരുപക്ഷെ എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നത് അവർ പ്രിപ്പയർ ചെയ്തിട്ട് അവർ ആഗ്രഹിക്കുന്ന ഒരു മാർക്ക് കിട്ടാത്തതായിരിക്കും ഒരുപക്ഷെ 90% എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും ഫേസ് ചെയ്യേണ്ടി വരുന്ന ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഈവൻ പേരൻസിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തുണ്ടാകുന്ന പ്രഷറിനെക്കാളും മേലെ നമുക്ക് സ്വന്തമായിട്ട് നമ്മളുടെ ഒരു എക്സ്പെക്ടേഷൻ ഒത്ത് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു സങ്കടമായിരിക്കും ഒരുപക്ഷെ എല്ലാവർക്കും ഉണ്ടാവാം. അല്ലെങ്കിൽ ഒരുപക്ഷെ പലരും ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത് ഫേസ് ചെയ്യുന്ന പ്രശ്നം പേരൻസിൻ്റെ ഭാഗത്തു നിന്നൊരു പ്രഷറായിരിക്കും. പേരൻസിന് പേരൻസിൻ്റെ ഭാഗത്ത് ഒരു കമ്പാരിസൺ ഉണ്ടാകാറുണ്ടായിരിക്കും, അപൂർവം ചിലർക്കെങ്കിലും. അതായത് ആ കുട്ടിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടുന്നില്ലോ, നിനക്ക് എന്തുകൊണ്ട് ഇത്ര മാർക്ക് കിട്ടുന്നുള്ളൂ എന്നുള്ള ഒരു കമ്പാരിസൺ ഒരുപക്ഷെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഫേസിൽ തൊട്ട് മുന്നേ വരെ നിങ്ങൾക്ക് ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഭയങ്കരമായിട്ടൊരു കെയറും ഭയങ്കര സ്പെഷ്യലാണ്, നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണ് എന്നൊരു കെയർ കിട്ടിയിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് അത് കിട്ടാതെ വരുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സങ്കടങ്ങൾ കാരണമായിരിക്കാം നിങ്ങൾക്ക് ഈ ഒരു ജേർണിയിൽ ഇത്രയ്ക്ക് സ്ട്രെസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു 3 കാരണങ്ങൾക്ക് നമ്മൾ എങ്ങനെ സൊല്യൂഷൻ കണ്ടെത്താമെന്നുള്ളതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. സോ നമുക്ക് ആദ്യം തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും സ്ട്രെസ് എടുക്കുമ്പോൾ നമ്മൾ സ്ട്രെസ് എടുക്കരുത്. എൻ്റെ മുന്നിൽ ഇത്രയും ചാപ്റ്റർ പഠിക്കാനുണ്ട്, എനിക്കിപ്പോൾ ഈ ഒരു എക്സാമിന് മുന്നേ 10-80 ചാപ്റ്ററോളം പഠിക്കാനുണ്ട്, ഇതിന് ഞാൻ ഇത്രയും പഠിച്ചതെല്ലാം ഞാൻ മറന്നുപോയി, എനിക്ക് കുറേ റിവിഷൻ ചെയ്യാനുണ്ട്. ഇങ്ങനെ ഒരു 100 ടെൻഷൻ നമ്മൾ എടുക്കുമ്പോഴാണ് പ്രശ്നം ആക്ച്വലി വരുന്നത്. ഈ പ്രഷറും ടെൻഷനും ഒന്നും എടുക്കാതെ ആക്ച്വലി നിങ്ങളുടെ കാര്യം ചിന്തിക്കും. അതായത് ഇപ്പോൾ ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് നിങ്ങൾ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കണം. ഇന്ന് ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, നാളെ ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഓരോ ആഴ്ച തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കണം. ഈ ആഴ്ച ഞാൻ എന്തൊക്കെ ചെയ്യും, ഈ ഒരു അടുത്ത 2 ആഴ്ച ഞാൻ എന്ത് ചെയ്യും, ഒരു മാസം ഞാൻ എന്തൊക്കെ ചെയ്യും. ഇങ്ങനെ ഒരു വ്യക്തമായിട്ടുള്ള പ്ലാനിങ് ആദ്യം നമുക്ക് റഫായിട്ടുണ്ടാവണം. എന്നിട്ട് ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോഴും ഇന്ന് ഞാൻ എന്തൊക്കെ ചെയ്യും എന്ന് നിങ്ങൾ എഴുതി വെക്കണം ആദ്യം. എന്നിട്ട് നിങ്ങൾ ആ ഒരു വർക്ക് തീർക്കാൻ വേണ്ടി മാത്രമായിരിക്കണം നിങ്ങളുടെ ഫോക്കസ് മുഴുവൻ. റിയലിസ്റ്റിക് ആയിട്ടുള്ള ടൈം ടേബിൾ ആയിരിക്കണം എഴുതുന്നത്. അത് എഴുതി പോകുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പുണ്ടാവണം എനിക്കത് തീർക്കാൻ പറ്റും. എന്നിട്ട് നിങ്ങളുടെ ചിന്ത മുഴുവൻ ഈ നീറ്റ് 2026 എനിക്ക് ക്ലിയർ ആക്കണം എന്നതിനുപരി നിങ്ങൾക്ക് ഇന്നത്തെ ദിവസത്തെ എൻ്റെ ടാർഗറ്റ് എന്താണോ അത് തീർക്കണം എന്നായിരിക്കണം മനസ്സിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ചിന്തിച്ച് പോകുമ്പോൾ ഒരു ദിവസത്തിൽ ഒരു പക്ഷേ നിങ്ങൾ 10 മണിക്കൂറായിരിക്കാം പഠിക്കുക, അല്ലെങ്കിൽ 8 മണിക്കൂറായിരിക്കാം പഠിക്കുക, അല്ലെങ്കിൽ 12 മണിക്കൂറായിരിക്കാം പഠിക്കുക. അത് നിങ്ങൾക്ക് എത്രമാത്രം ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണം അത്രയും നിങ്ങൾ പഠിക്കുമ്പോഴും അല്ലെങ്കിൽ ഈ ഒരു നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് തീർക്കാൻ വേണ്ടി നിങ്ങൾ എഫേർട്ട് എടുക്കുമ്പോഴും ഈ ഒരു പ്രോസസ്സിൽ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുക്കണം. അപ്പോൾ ബ്രേക്ക് എടുക്കുമ്പോൾ നിങ്ങൾക്കിപ്പം നിങ്ങൾ വിചാരിക്കുന്ന പോലെ പഠിച്ച് തീർക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ ടെൻഷനും സ്ട്രെസ്സും ഏതെങ്കിലും ഒരു പോയിന്റിൽ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങളുടെ മനസ്സ് നെഗറ്റീവ് ആകുന്നു എന്ന് തോന്നിയാൽ ലേൺ ടു ഡൈവേർട്ട് യുവർ മൈൻഡ്. ആ ഒരു നെഗറ്റീവായിട്ടുള്ള തോട്ടിനെ ഒരിക്കലും അത് വളരാൻ അനുവദിക്കരുത്. അപ്പം നമ്മൾ ആ ഒരു നെഗറ്റീവ് തോട്ടിനെ നമ്മൾ എങ്ങനെ ഒഴിവാക്കും? നമുക്ക് ഒരു നെഗറ്റീവ് തോട്ടിനെ ഒഴിവാക്കാനായിട്ട് ഒരു പോസിറ്റീവായിട്ടുള്ള തോട്ടിനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ.
അപ്പം നമ്മൾ നമ്മുടെ മനസ്സിനെ ഡൈവേർട്ട് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആ നെഗറ്റീവ് തോട്ടിനെ പറ്റി അവിടെ ചിന്ത നടത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിനെ പറ്റി നമ്മൾ ചിന്തിക്കുക. ഇപ്പം അത് അക്കാഡമിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല. പലരും പറയും ഇങ്ങനെ സ്ട്രെസ്സ് തോന്നുന്ന ടൈമിൽ നിങ്ങളുടെ ഫൈനൽ ഗോൾ എന്താണോ അത് അച്ചീവ് ചെയ്തിട്ട് ആ ഒരു പോയിന്റിനെ പറ്റി ചിന്തിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നവരുണ്ട്. പക്ഷെ എനിക്കത് ഒരിക്കലും വർക്കൗട്ട് ആയിട്ടില്ല. ഞാനപ്പം എനിക്ക് ആ ഒരു നെഗറ്റീവ് തോട്ടിനെ ഓവർകം ചെയ്യാനായിട്ട് എനിക്ക് വളരെയധികം സന്തോഷമുള്ള എന്ത് കാര്യമാണ്. ഇപ്പം നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഹാപ്പിനെസ് ഓരോ കാര്യങ്ങളല്ലായിരിക്കുമല്ലോ. അപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യത്തിനെ പറ്റി ഞാൻ ചിന്തിക്കും. അങ്ങനെ എൻ്റെ മനസ്സ് മുഴുവൻ അതിനെപ്പറ്റി മാത്രം ഒരുപക്ഷെ ഒരു 10-15 അരമണിക്കൂറൊക്കെ ഞാൻ ആ ഒരു കാര്യത്തിനെ പറ്റി മാത്രം ചിന്തിക്കാറുണ്ടായിരുന്നു. അത് അത്രയും നെഗറ്റീവ് ആകുന്നു. അപ്പോൾ ആ അരമണിക്കൂർ ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ച് ഞാൻ ഭയങ്കര ഹാപ്പിയാവും. എൻ്റെ മൂഡേ ഫുൾ ഷിഫ്റ്റ് ആവും. ആ നെഗറ്റീവായിട്ടുള്ള തോട്ടിനെ ഞാൻ അവിടെ വളരാൻ അനുവദിക്കാതെ എൻ്റെ ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്താണോ. ഇപ്പം നമുക്ക് ഓരോരുത്തർക്കും ഹാപ്പിനെസ് ഓരോന്നായിരിക്കും. ഇപ്പം നിങ്ങൾക്കൊരു ചെറിയ കുട്ടിയെ പറ്റി നിങ്ങൾക്ക് വളരെ അടുത്തറിയാവുന്ന ചെറിയൊരു കുട്ടീൻ്റെ മുഖം ഓർക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെ പറ്റി ഓർക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളുടെ കഴിഞ്ഞ കാലത്ത് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്ത ടൈം ഓർക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവും. അപ്പം നിങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓർത്ത് ഭയങ്കര നിങ്ങളുടെ മൂഡിനെ നിങ്ങൾ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ചിന്തിക്കേണ്ടത് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് വെക്കുക. അങ്ങനെ ഏതെങ്കിലും ഒരു നെഗറ്റീവ് തോട്ട് തോന്നുന്ന മൊമെന്റിൽ നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കുക. കൂടുതലും നിങ്ങൾക്ക് നിങ്ങളുടെ പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റുന്നത് എന്താണോ അതിനെപ്പറ്റി ചിന്തിച്ച് ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് നിങ്ങളുടെ മൂഡ് അപ്ലിഫ്റ്റ് ചെയ്തുകൊണ്ട് വരാം. അതായത് ഏതെങ്കിലും ഒരു മൊമെന്റ് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഓർമ്മ വരുമോ, എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ ആ തോട്ട് അവിടെ വെച്ച് നിർത്താൻ വേണ്ടി നമുക്ക് ആ ഒരു മൊമെന്റിൽ പോയി ഞാൻ ഇപ്പോൾ പോയി പഠിച്ച് ഭയങ്കരമായിട്ട് മാർക്ക് വാങ്ങിക്കും എന്ന് നമുക്ക് ചിന്തിച്ചാൽ എനിക്കത് ഒരിക്കലും വർക്കൗട്ട് ആയിട്ടില്ല. അതിനെ പറ്റുന്നവരുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഞാൻ നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ സൈക്കോളജി പഠിച്ചുകൊണ്ടിരുന്ന സ്റ്റുഡൻ്റാണ്. അപ്പം അതിൻ്റെയൊക്കെ വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇപ്പോൾ ആ ഒരു നെഗറ്റീവ് തോട്ടിനെ ഓവർകം ചെയ്യാൻ മറ്റൊരു ഹാപ്പിനെസ് തരുന്ന ഒരു തോട്ട് കൊണ്ട് അതിനെ ഓവർകം ചെയ്യുക. അതിൻ്റെ ആ ഹാപ്പിനെസ് തരുന്ന കാര്യത്തിനെ പറ്റി തന്നെ കണ്ടിന്യൂസ് ചിന്തിക്കുക. നിങ്ങളുടെ മൂഡ് അപ്ലിഫ്റ്റ് ചെയ്യുക. എന്നിട്ട് കം ബാക്ക് ടു യുവർ വർക്ക്. നിങ്ങൾ എന്താണ് രാവിലെ എഴുതി വെച്ചിട്ട് ആ വർക്ക് തീർക്കാൻ വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യുക. സോ ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ മൂഡ് അപ്ലിഫ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഡെയിലിയുള്ള ടൈം ടേബിൾ തീർത്ത് അങ്ങനെ 2ാമത്തെ ദിവസം തീർത്ത് ഒരാഴ്ചത്തെ ടൈം ടേബിൾ തീർത്ത് ഒരു മാസത്തെ ടൈം ടേബിൾ തീർത്ത് ഇങ്ങനെ നിങ്ങൾക്ക് പോകാൻ പറ്റും. സപ്പോസ് നിങ്ങൾക്ക് എന്തെങ്കിലും ബാക്ക്ലോഗോ പെൻഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ ഒരു ദിവസം എഴുതി വെച്ച് നിങ്ങൾക്ക് തീർക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കവർ ചെയ്യാനും നിങ്ങൾക്ക് എക്സ്ട്രാ എല്ലാ വീക്കിലും എല്ലാ ദിവസവും ഒരേപോലെ ആയിരിക്കില്ലല്ലോ നിങ്ങൾക്ക് വർക്ക് ഉണ്ടാവും. ഇപ്പം സൺഡേ സൺഡേ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ദിവസം എന്തായാലും ഒരു അഡീഷണൽ ടൈം കിട്ടൂലേ, ആ ടൈമിൽ ആ പെൻഡിങ് വർക്ക് തീർക്കാൻ നിങ്ങൾ വിചാരിക്കുക. ഒരിക്കലും ഞാൻ ഈ ഇടയ്ക്കൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യൽ എന്തായാലും സ്ട്രെസ് ഉണ്ടാവും, ഒരിക്കലും സ്ട്രെസ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാനേ പറ്റൂല എന്നൊരാൾ പറയുന്നത്. പക്ഷേ സ്ട്രെസ് ഫ്രീ ആയിട്ട് ചെയ്യാൻ ഞാനിപ്പോൾ സൈലത്തിലാണ് റിപ്പീറ്റ് ചെയ്തത്. അവിടെ നമുക്ക് തരുന്ന ആംബിയൻസ് ഉറപ്പായിട്ടും സ്ട്രെസ് ഇല്ലാണ്ട് പഠിക്കാൻ തന്നെയാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളായിട്ട് സ്ട്രെസ് എടുത്ത് വെക്കാണ്ടിരിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. നിങ്ങൾക്ക് ഹാപ്പിനെസ് തരുന്നൊരു കാര്യത്തിനെ പറ്റി ചിന്തിച്ച് അത് അപ്ലിഫ്റ്റ് ചെയ്ത് പോവാം. ഡേ ബൈ ഡേ സ്ട്രെസ് കൂടി വരുന്ന ഒരു പ്രോസസ്സാണ് എന്നൊക്കെ പലരും പറയും. പക്ഷെ അങ്ങനെ കൂടി വരുന്നവർക്ക് നീറ്റ് കിട്ടുന്ന ചാൻസ് കുറവാണ്. ഇപ്പോൾ നമുക്ക് അങ്ങനെ സ്ട്രെസ് എടുത്തവരൊക്കെ നീറ്റ് ക്ലിയർ ആക്കുന്നതിനേക്കാളും കൂടുതൽ ഡിപ്രഷനിലേക്ക് പോയവരെയാണ് നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതൊരു നാരോ ലൈനാണ്. നിങ്ങൾ സ്ട്രെസ് എടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഡേ ബൈ ഡേ അത് കൂടിക്കൂടിക്കുക വന്നാൽ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെ അത് വല്ലാണ്ട് അഫക്റ്റ് ചെയ്യും. സോ നിങ്ങൾ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യം. ഈ നീറ്റിന് വേണ്ടി നിങ്ങൾ അക്കാഡമിക്കലി പ്രിപ്പയർ ചെയ്യുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ഇമോഷണലി മെൻ്റലി അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. സോ എപ്പോഴും കൂളായിട്ടിരിക്കാൻ ട്രൈ ആക്കുക. എക്സാമിൻ്റെ ടൈമിലാണെങ്കിൽ പോലും നമുക്ക് ആ സ്ട്രെസ് ലെവൽ ഹാൻഡിൽ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങൾക്ക് ഇതിനപ്പുറം ഇനി എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ഫീൽ ഫ്രീ ടു കോൺടാക്ട് മീ. താങ്ക് യു.